ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അടാട്ട്. ഞാനിന്ന് നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞാൻ പലപ്പോഴും പ്രാന്തനായിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് ഈ പൂക്കൾ, താമരപ്പാടം. നമ്മുടെ ഇവിടെ നിലവിൽ എന്താ പ്രത്യേകത എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഈ പൂക്കളൊക്കെ കാണുമ്പോഴതുകൊണ്ട് കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരും. ഫുൾ സമയം 6:30-7 മണിക്കാവണല്ലോ. പ്രഭാതം പൊട്ടി വിരിയുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാത്തൻകൂളാണ്. ഇന്ന് വളരെ ഉറക്കെ അങ്ങനെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ സുപ്രഭാതത്തിൽ നമ്മൾ വെറുതെ തിരക്കടിച്ച് ഉറക്കെ സംസാരിക്കുമ്പോൾ അത്രയ്ക്കൊരു ഇവിടെ വളമിടാൻ വരുന്നവരൊക്കെ ചിലപ്പോൾ പേടിക്കും. അവർ വിചാരിക്കും ഇതെന്താ ഈ ചെക്കന് പറ്റി. അതെന്നോട് പലരും പറയാറുള്ള പോലെ, സോളമൻ പതുക്കെ സംസാരിച്ചാൽ മതി, ചിരിച്ചോളോ, പല്ല് തേക്കണം, പല്ല് ചായ കുടിച്ചിട്ട് മഞ്ഞ കളറാവരുത്, എടുക്കുന്ന വീഡിയോസൊക്കെ നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ നാളെ യൂട്യൂബിനെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്തപ്പോഴേ എനിക്ക് തോന്നിച്ചൊരു കാര്യം, കുറച്ച് ആധികാരികമായിട്ടും ഗൗരവത്തിലും. പലരും പറയാറുണ്ട് സോളമനൊരു ഗൗരവം പോരാ. അതായത് ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് പ്രഷറൊക്കെ കൂട്ടിയിട്ട് വേണം സംസാരിക്കാൻ. അല്ലാതെ വെറുതെ ഇങ്ങനെ മറ്റോണം പിഞ്ഞ പറയരുത്. ഞാൻ പറയാം, അങ്ങനെ ഒരു ശീലം അങ്ങനെ ഇല്ല. ഞാനിങ്ങനെ പൊതുവെ ഒരു ഗൗരവക്കാരനാണ്. ഒരു താമര അടുത്ത് നിൽക്കണ്ട, അത് പൊട്ടിക്കാനാണോ എന്ന് നോക്കിയതാണ്. അങ്ങനെയാണ്, പെട്ടെന്ന് അങ്ങനെ മാറും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു അലമ്പുണ്ടായി. ഞാൻ തന്നെ ഇന്നത്തെ ഒരു മോട്ടിവേഷൻ്റെ ഒരു ഇതിൽ കേട്ട പോലെ തന്നെ, നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പരമാവധി ക്ഷമിക്കണം. പാരൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, നമ്മളതിനൊക്കെ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു പറഞ്ഞ പോലെയാണ്. എന്തായാലും ഇങ്ങോട്ട് തിരിഞ്ഞത് ആ ഒരു, ഞാൻ പറയാറില്ലേ, പച്ച ബനിയൻ പച്ച വെള്ളം കുടിക്കും എന്ന് പറയണ പോലെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും പറ്റുന്നൊരു കാര്യം തന്നെയാണ്. ഞാൻ അതിലൊരു PhD എടുത്തിട്ടുള്ള ഒരാളാണ്. കാരണം എന്തെങ്കിലും പറയുമ്പോൾ നമ്മളതിനെ, ഇപ്പം നമ്മൾ പറയില്ലേ, നാവുമ്മ നിൽക്കാന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ കമ്പനിയിലൊക്കെ പറയണ പോലെ നാവുമ്മ നിൽക്കുക എന്ന് പറയണത്, അതായത് വിരലുമ്മ നിൽക്കണ കണ്ടിട്ട്, ടൈറ്റാനിക്കിലാണത് കണ്ടിട്ടുള്ളത്. ടൈറ്റാനിക് സിനിമയിൽ ഒരു 2 പേര്, ജാക്കും അവരെ ലേഡിയും കൂടിയിട്ട് ഇങ്ങനെ ഒരു കപ്പലിൻ്റെ മുകളിൽ തള്ളവിരലുമ്മ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ കയ്യെ ഉയർത്തിയിട്ട്. അപ്പം അതിനൊക്കെയാണ് ഞങ്ങൾ പറയാറ്, നാവുമ്മ നിൽക്കുക, വിരലമ്മ നിൽക്കുക എന്നൊക്കെ പറയും. നമ്മൾ പറഞ്ഞ് നിൽക്കുകയല്ല ബുദ്ധി. എന്തെങ്കിലും ഒരു മുടി കണ്ണിലേക്ക് വരുന്നുണ്ട് ഇടയ്ക്ക്, അതെങ്ങനെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഒതുക്കിയിടാറുണ്ട്. മുടി കണ്ണിലേക്ക് വരുമ്പോൾ, സംഗതി കാശ് കൊടുത്തിട്ടുള്ള മുടിയാണെങ്കിലും കണ്ണിൽ തട്ടുമ്പോൾ അത് വേദന എടുക്കും. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പോൾ പറയാറുണ്ട്. അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് വലിയ വിഷയമുണ്ട്. പരമാവധി ക്ഷമിക്കുക, അതിൽ നല്ലതിനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ. തല്ലുകൂടാനും ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മയായിരിക്കാം, ചിലപ്പോൾ അത് എൻ്റെ അറിവില്ലായ്മയായിരിക്കാം.
ചിലപ്പോൾ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരാൾ ഇപ്പം എന്തെന്ന് പറയാം, മൂത്ത നെല്ലിക്ക എന്തെന്ന് പറയാം, പിന്നെ കയ്ക്കും മധുരിക്കും എന്നൊക്കെ പറയണ പോലെ. അപ്പോൾ അവർ പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കില്ല. ഇപ്പം ഞാൻ തന്നെ പറയാറുള്ള പോലെ എൻ്റെ കൂട്ടുകാരന്മാർ ചിലപ്പോൾ എന്നോട് പറയും, നിനക്ക് ഇത്ര വയസ്സായില്ലോ, നിന്റെ പ്രായമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു 20 വയസ്സായിട്ടുള്ള പിള്ളേരോടൊക്കെ നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ അവർ പറയും ഈ മദ്യം അല്ലെങ്കിൽ അതായിട്ടുള്ള വിപത്തുക്കളെ കുറിച്ച് പറയുമ്പോൾ അവർ പറയും, ചേട്ടനിപ്പോൾ അത് തോന്നിച്ചുള്ളൂ, ഞങ്ങൾ അത്ര വയസ്സാകുമ്പോൾ നിർത്താം, അതുവരെ ഞങ്ങളൊന്ന് അടിച്ചു പൊളിക്കട്ടെ എന്ന് പറഞ്ഞവർ. അപ്പോൾ ഇതെന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാനും അങ്ങനെ ഒരു കാലഘട്ടത്ത് ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു. അതായത് വയസ്സാകുമ്പോൾ നിർത്താം. ഞാൻ കാണുന്ന ആൾക്കാരൊക്കെ പലരും മദ്യപിച്ച്, പല ഉന്നതരായിട്ടുള്ള ആൾക്കാരും മദ്യപിച്ച് ഇങ്ങനെ നടന്നിട്ടുള്ള ആൾക്കാരാണ്. മദ്യം മാത്രമല്ല കേട്ടോ, അതിൻ്റെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ പറയുമ്പോൾ, അപ്പോൾ അവർ ചിലപ്പോൾ ഒന്ന് ക്ലിയറായി എന്ന് പറയുമ്പോൾ അതിൽ അവരതിനെ കീപ്പ് ചെയ്ത് പോകണം. അതാണ് ഒരു കാര്യം. ഒരു കാര്യത്തിൽ നമ്മൾ പെട്ടു, അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. റിക്കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും വലിയൊരു കാര്യമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ആലയമാണ് ശരീരം എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ കൂട്ടുകാരനോട് പറയുമ്പോൾ ആൾ പറയും, ഞാനും ചേട്ടനായിട്ട് 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് നന്നാവാൻ ഇനി സമയമുണ്ട്. ചേട്ടൻ്റെ കാര്യം നോക്കിയോ, എൻ്റെ കാര്യം നോക്കണ്ട. അത് നല്ലൊരു ടോക്കാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഇത് പറഞ്ഞിട്ടുള്ളതാണ് പലരോടും. മദ്യം കഴിച്ച് നടക്കുന്ന സമയത്ത് അവർ പറയും, ഇവൻ ഇങ്ങനെ കിടന്നു, നീ നിന്റെ കാര്യം നോക്കി പൊക്കടി, നീയൊന്നും വിചാരിച്ച് ഞാൻ നന്നാവില്ല, എൻ്റെ അപ്പനമ്മ വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ടില്ല, പിന്നെ നീ വിചാരിച്ച് കഴിഞ്ഞാൽ നന്നാവൻ. അങ്ങനെ നമ്മൾ പറ്റാവുന്ന നാവ് കൊണ്ട് പറ്റാവുന്ന ഡയലോഗുകളൊക്കെ ഞാൻ വിടാറുണ്ട്. അപ്പോൾ വിഷയം വീണ്ടും മാറണം. ഇത് താമരച്ചാല് കഴിയണില്ല കേട്ടോ. താമരച്ചാല് ഇവിടുന്ന് അവിടം വരുന്നുണ്ട്. ഞാൻ വണ്ടി അറ്റത്തിട്ടിട്ട് വന്നിട്ടില്ല. ഇത്രയ്ക്കും ഫ്രീ ആയിട്ട് സംസാരിക്കാനും ഇത്രയ്ക്കും കാര്യങ്ങൾ ഇവിടെ ഇത്രയും താമരകൾ കാണാനൊക്കെ കഴിയുന്നൊരു സ്ഥലം വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്ക് തോന്നിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഉള്ള ഒരു വയസ്സിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ വലിയ പണച്ചെലവില്ലാതെ നമുക്ക് ഒരു ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താമരകൾ കുറേ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ക്യാമറ ഒന്നും പോരാണ്ട് വരും. ഞാൻ കർണാടകത്തിൽ ചെന്നപ്പോഴെനിക്ക് മനസ്സിലായത് ഈ ക്യാമറയിലൊന്നും പോരാ, ഈ മൊബൈലൊന്നും പോരാ പിടിക്കാൻ, ലോകം പിടിക്കാൻ ഈ മൊബൈൽ പോരാ. വലിയ 40 ലക്ഷത്തിൻ്റെ വേണം, 50 ലക്ഷത്തിൻ്റെ ഒക്കെ വേണം. അപ്പം നമുക്കുള്ളത് കൊണ്ട് പിടിക്കുക എന്ന് പറഞ്ഞ പോലെ പറ്റണത് ചെയ്യുക. ഇപ്പം നാഴി നെല്ലെടുക്കാൻ പറ്റുള്ളൂ അതെടുത്താൽ മതി. ഒരു പറ എടുക്കണ്ടെന്ന് പറയില്ലേ. ഒരു പറ എടുക്കണ സമയത്ത് നമുക്ക് ഒരു പറ എടുക്കാം. 10 പറ ചാക്ക് തലയിൽ വെച്ച് കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട് എന്ന് പറയാം. സിമെൻറ്റും ചാക്ക് തലയിൽ വെച്ച് കൊണ്ടുപോയിട്ടെന്ന് പറയാം. പക്ഷെ അത് എപ്പോഴും നമുക്ക് പറ്റില്ല. പറ്റണത് എടുക്കുക, പറ്റണത് ചെയ്യുക, പറ്റണ സമയത്ത് പറ്റണത് ചെയ്യുക. വല്ലാണ്ടായിട്ടൊന്നും ചെയ്യാതിരിക്കുക. വല്ലാണ്ടായി കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും എന്ന് പറയും. ഇതൊക്കെ അങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള കുറേ അറിവുകളുണ്ട് കേട്ടോ. അറിവ് മീൻസ് പഴഞ്ചൊല്ലിൽ എന്തെന്ന് പറയാ, ഓൾഡ് ബനാന എന്തെന്നൊക്കെ പറയാൻ, പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നോ. ഞാനെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ആധികാരികമായിട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നു തന്നെയാണ്. യൂട്യൂബ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ട്യൂബാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പ്രകാശിക്കേണ്ടി വരും. അത് നമുക്കെല്ലാവർക്കും പറ്റുന്നൊരു കാര്യം തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ പറ്റിയത് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടുള്ളൂ എനിക്ക് പറ്റി തുടങ്ങിയിട്ട്. പക്ഷെ ഇത് വർഷങ്ങൾക്ക് മുൻപേ, അല്ലെങ്കിൽ യുഗങ്ങൾ എന്താ പറയുക, 10 വർഷം 15 വർഷം 20 വർഷമൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ അത് മുന്നറിഞ്ഞു, അവരതിൽ സാമ്പത്തികമായിട്ടും ഒക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു.
ഇപ്പം എന്നോടും പലരും ചോദിക്കാറുണ്ട് സോളമൻ ഇപ്പം എത്ര ഡോളർ വെച്ച് കിട്ടി തുടങ്ങി എന്നൊക്കെ ചോദിക്കാറുണ്ട്. വളരെ ആധികാരികമായിട്ട് അവർ പറയും ഇങ്ങനെ സോളമൻ എത്ര പണം കിട്ടി തുടങ്ങി, എത്ര ഡോളർ കിട്ടി തുടങ്ങി, പരസ്യം കിട്ടി തുടങ്ങിയല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് കൂലങ്കൂഷമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഞാൻ പറയും പണം അങ്ങനെ കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് കുറെ പണം കിട്ടുക എന്നത് മാത്രമല്ല, പണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിക്കാൻ സുഖമാണ്, അടിപൊളിയായിട്ട് ജീവിക്കാം. അപ്പം ആളുകൾ പലപ്പോഴും താമരയൊക്കെ കൊണ്ട് നടക്കുമ്പോൾ പറയും ഇവനൊരു പണിയില്ല, ഇവൻ കല്യാണം കഴിച്ചിട്ടില്ല, പിള്ളേരും ഇല്ല, ഇവനെ എങ്ങനെ വേണമെങ്കിൽ നടക്കാം, ഒരാൾ ചോദിക്കാനും ഇല്ല, ഒരാൾ പറയാനും ഇല്ല, ഇവന് സുഖമാണ്. അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇല്ലെങ്കിൽ ചിലർ വിചാരണം ആരും ഇല്ലെങ്കിൽ ജീവിക്കാൻ സുഖമെന്നാണ്. കുളത്തിലത്തെ വെള്ളം മുഴുവൻ കള്ളും പട്ടൽമിലത്തെ ഇല മുഴുവൻ മാന്തുളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും എൻ്റെ പെണ്ണും മാത്രം മതി. അപ്പോൾ ഒരു പെണ്ണും കൂടി ഉണ്ട് അവിടെ. ഇതല്ല, ഇത് വെറുതെ ഇപ്പം സോളമൻ ഒരാള് അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആരും ശ്രമിക്കരുത്, അനുകരിക്കരുതെന്ന് പറയില്ലേ. ഞാനിങ്ങനെ പല നടന്മാരെ അനുകരിച്ച് ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും അനുകരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഒരാളെ ഫോളോ ചെയ്യും. ഒരാളെ കണ്ടു കഴിഞ്ഞ് ഞാനിപ്പോൾ അയാൾ ഡീസൻ്റ്, അയാളെ പോലെ ആയാലോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ അയാളെ പോലെ ആവാൻ നമുക്ക് പറ്റില്ല, നമുക്ക് നമ്മുടെ പോലെ തന്നെ ആവാൻ പറ്റുള്ളൂ. അത് തിരിച്ചറിഞ്ഞു വരുമ്പോഴേക്കൊക്കെ ചിലപ്പോൾ വയസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, വർഷം. ഞാൻ പലരോടും പറയുന്ന പോലെ എൻ്റെ വയസ്സ് എത്രയും ചോദിച്ച് ഞാൻ പറയാറില്ല. മുടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 35-30 വയസ്സ്, 25, 28, ഇനി കുറയില്ല, ഒരു പരിധിയില്ല. അപ്പം അങ്ങനെയൊക്കെ പറയാറുണ്ട്. കാരണം നമ്മൾ അങ്ങനെ പറയാൻ പാടുള്ളൂ. സംഗതി വയസ്സ് കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരും മരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനങ്ങനെ വിചാരിക്കാറില്ല. നമ്മൾ വിചാരിക്കുമ്പോഴുള്ള പ്രശ്നം, ഓരോരുത്തരുടെ വിചാരങ്ങളാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള കാരണം എൻ്റെ ചില അനുഭവങ്ങൾ, നമ്മൾ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു. ഒറ്റയ്ക്കാവാൻ ശ്രമിക്കാൻ നിൽക്കരുത്. ഞാൻ തന്നെ പലപ്പോഴും പറയണ പോലെ, ചില കോമഡിയിലും പറയണമെന്നൊക്കെ പറയണ പോലെ, നമ്മൾ ഒറ്റയ്ക്കുള്ള ജീവിതം അത്രയ്ക്ക് സുഖകരമല്ല. അത് വിചാരിച്ചത് കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കയ്യിൽ നമ്മൾക്ക് കുറച്ചൊരു സേഫാണെങ്കിൽ, അതായത് എല്ലാവരും ഒരുമിച്ച് ഒരു ഒറ്റക്കെട്ടായിട്ടൊക്കെ പോവുകയാണെങ്കിലൊക്കെ കൂട്ടുകുടുംബം വലിയ കുഴപ്പമില്ല. അപ്പോൾ വിവാഹം എന്നതും അത്ര ഒരു കുട്ടികളിയല്ല. എന്നോട് മദ്യപിക്കുന്ന സമയത്ത് പറയാറുണ്ട് സോളമൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നീ നന്നാവൂട്ടാന്ന് പറയും. എവിടെ നന്നാവണു? കല്യാണം കഴിച്ചിട്ട് എന്തിനാ നമ്മളിപ്പോൾ ഈ ഒരു പെൺകുട്ടീനും കൂടി കൊണ്ടുവന്നിട്ട് അതിനെയും കൂടി അതിൻ്റെ ജീവിതം കൂടി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഈ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ നമ്മൾ കല്യാണം കഴിച്ചത് ശരിയാക്കാനുള്ള ഒരാളൊന്നല്ല പെൺകുട്ടികൾ. നമ്മൾ ആദ്യം നന്നായി നടക്കുക, പിന്നെ ഒരെണ്ണത്തിന് കൂടെ കൂട്ടാണെങ്കിൽ കുഴപ്പമില്ല, കൊണ്ട് നടക്കാൻ കുഴപ്പമില്ല. കാരണം നല്ലൊരു ഇടപാടാണ്. തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിന് വെറുതെ സമയം മെനക്കെടുത്തിരിക്കാറില്ല. അപ്പോൾ നേരം വെളുത്തുടങ്ങി, നേരം പരപര കിരകിര വെളുത്തുടങ്ങി. കൂടുതലായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ പതുക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഈ കാലഘട്ടത്ത് ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാ മേഖലകളും പൊതുവെ അത്ര നല്ലൊരു അവസ്ഥയിലല്ല പോണം. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കല്ല, ഒരറ്റം പോലും പിടിച്ചു കൊണ്ട് നടക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നിൽക്കണം. അത് ഞാൻ ആധികാരികം എന്ന വിഷയത്തിൽ നിന്നും മാറി ഇടയ്ക്ക് ഒരു കോമഡി പ്രോഗ്രാമിലേക്ക് കിടക്കുമ്പോൾ എന്താ പ്രത്യേകത എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റിലാക്സ് കിട്ടാറുണ്ട്. എന്ത് കാര്യത്തിനും നമുക്ക് റിലാക്സേഷൻ. ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ സ്റ്റൈലായിട്ട് പിടിച്ചിട്ട് ഞാൻ പറയണം. കാരണം പണ്ടത്തെ ഒരു PDC ആണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷൊക്കെ വായിക്കും.
പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തായാലും ഇത്ര വയസ്സായല്ലോ, അതിൻ്റെ രീതിയിലുള്ള കുറച്ച് അറിവുകളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് മുൻപോട്ട് പോകുന്നു. പിന്നെ നമ്മുടെ പാടങ്ങളൊക്കെ കാണാൻ പറ്റുന്നു. ഇവിടെ ഒരു ടാക്സി ഓടിക്കുന്നു. അതൊക്കെ വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ അവൻ പണ്ടൊരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു, അവനിതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അവനതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, പണ്ടത്തെ അവസ്ഥയാണെങ്കിൽ ഇന്ന് ഇവിടെ നിൽക്കേണ്ട ആളൊന്നല്ല, ചിലപ്പോൾ പള്ളിയിൽ എവിടെയെങ്കിലൊക്കെ ചെന്ന് കിടക്കേണ്ട ആൾക്കാരാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ, ട്യൂബ്ലൈറ്റിൻ്റെ വെളിച്ചത്തിലല്ല, എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ ആണ് ചില കാര്യങ്ങൾ പറയുന്നത്. അപ്പം അത് ഉൾക്കൊള്ളുന്നവർക്ക് അത് കൊള്ളാം. പിന്നെ അതിപ്പോൾ ഒരു വലിയൊരു ഇതായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സോളമൻ അങ്ങനെ പറഞ്ഞു, അവനാരാ വിചാരണ ചെയ്യാനും മറ്റോണം നിൽക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നു, അത്രമാത്രം. മുടി വീണ്ടും കണ്ണിലേക്ക് വരുന്നുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ ഞാൻ പറയാറുള്ള പോലെ വീഡിയോസ് കാണുന്നതൊക്കെ ഒരുവിധം പുറം രാജ്യങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാടാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞൊരു കാര്യം. നഗ്നസത്യം എന്ന് പറയുമ്പോൾ തുണിയില്ലാത്ത സത്യം എന്ന് പറയും. അവരിടയ്ക്ക് പലരും ഇംഗ്ലീഷിലൊക്കെ വിളിച്ച് സംസാരിക്കും. എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ ഇംഗ്ലീഷ് പറയും. കാരണം എനിക്കറിയാവുന്നതല്ല എനിക്കറിയുള്ളൂ, കൂടുതലായിട്ട് അറിയില്ല. അപ്പം അവർക്ക് ഈ പ്രകൃതി രമണീയത കൂടുതലായിട്ട് അവർ ആസ്വദിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ വളരെയധികം ഒരു സന്തോഷവാനാണ്. പിന്നെ പ്രകൃതിയെ എത്ര വർണ്ണിച്ചാലും അത് ഇനിയൊരു ജന്മം കൂടി തരുമോ എന്നൊക്കെ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അതിനെ ആളുകൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുള്ളൂ. ഞാനിപ്പോൾ ഈ വണ്ടിയിൽ ഒരിക്കലും മിണ്ടാതിരിക്കുകയാണെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ചെയ്യാനോ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമായി. അതെല്ലാവരുടെയും അവസ്ഥ അത്ര തന്നെയുള്ളൂ. കാരണം നമ്മളിപ്പോൾ അത്ര നാളും മിണ്ടാതിരുന്ന ഒരാൾ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അത് ക്രിറ്റിസിസം ചെയ്യപ്പെടാം. കാരണം വെച്ചാൽ വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ട് അയാൾ അത് ചെയ്യണം, എന്തുകൊണ്ട് അയാളത് പറയണം. അയാൾ ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. പിന്നെ എന്തിനാ വെറുതെ ആവശ്യമില്ലാണ്ട് ആളെങ്ങനെ പറയണേ? നേരത്തെ വീണ്ടും പറഞ്ഞ തന്നെ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാം. ചിലപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഗുണങ്ങൾ നാളെ ഈ യൂട്യൂബർമാരെന്ന് പറയുമ്പോൾ, വ്ളോഗർമാരെന്ന് പറയുമ്പോൾ ഒരുപാട് പേരെ ഞാൻ കണ്ടു, അവരായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നൊരു കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ എമൗണ്ടുകൾ ചിലവാക്കിയിട്ടോ വേറെ വലിയ വലിയ സംഭവങ്ങൾ ചെയ്തിട്ടോ ഒന്നും പണത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യരുത്. നിങ്ങളെ കൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു മോട്ടിവേഷൻ ട്രെയിനറുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഗുണം മറ്റുള്ളവരുടെ മനസ്സിൽ, മറ്റുള്ളവരുടെ ആത്മാവിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് അവർക്ക് ഒരു ഇൻസ്പിറേഷൻ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. പണം കിട്ടുക എന്നതിലുപരി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട്, അതുകൊണ്ട് ആർക്കെങ്കിലും, ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാർക്കോ ഏതെങ്കിലും തരത്തിൽ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർക്ക് നല്ലത് എന്ന് തോന്നിച്ചു എന്നുണ്ടെങ്കിൽ തൻ്റെ ജീവിതം വിജയിച്ചു. അല്ലെ, താൻ ഇതുവരെ ചെയ്ത ഒരു കാര്യം വിജയിച്ചു എന്നാണ് വേണം കരുതാൻ. അല്ലാണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് കുറെ അല്ലെങ്കിൽ പൈസ മേടിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ അവരായിട്ട് കുറെ അലമ്പായിട്ട് നടന്നു. അതിലുപരി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ എന്തെങ്കിലും ഒരു നന്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാൾക്ക് കണ്ടുപിടിക്കാൻ, നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളുടെ കൂട്ടുകാർക്കോ മാത്രമല്ല, പൊതുവായിട്ട് ഇത് കാണുന്ന വ്യക്തികൾക്കോ അവരുടെ ഫാമിലി അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും എന്താണ് ഇത് ചെയ്യാൻ കാരണം
ഇടയ്ക്ക് ചാള നന്നാക്കാറുണ്ട്, കുട്ടിക്കാലം മേടിക്കാറുണ്ട്, യാത്രകൾ പോകാറുണ്ട്, ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട്, സൈക്കിളും യാത്ര ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ വണ്ടികൾ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊക്കെ പോകുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യാത്ര കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതിൽ ഞാനൊരു സന്തോഷവാനാണ്. അപ്പോൾ ഈ ഒരു 30 മിനിറ്റ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയണം. അതുപോലെ തന്നെ തുടർന്നും നിങ്ങളുടെ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇൻസ്റ്റയിലും അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ തലമുറ എന്ന് പറയുമ്പോൾ നമ്മൾ നന്മയും തിന്മയും ഒക്കെ വേർതിരിക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരി ഏതാ തെറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ വശം മാത്രമല്ല, ഏത് വശമാണെന്ന് വരെ തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലത്താണ്. അതായത് ശരിയും തെറ്റും തിരിച്ചറിയില്ല. അതിപ്പോൾ ചിലപ്പോൾ സോളമൻ രാജാവിനെ കൊണ്ടുവന്നാലും ചിലപ്പോൾ ആൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. കാരണം അറിയണം, പറയണം, ചെയ്യണം.